അവസാനം ഇതെല്ലാം തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ ഈ മത്സരവും കണ്ടു. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 3-0 തോൽക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയതെങ്കിലും 3-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. സച്ചിൻ സുരേഷിന്റെ മിസ്റ്റേക്കിൽ നിന്ന് മോഹൻ ബഗാൻ ലീഡ് എടുത്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഈ മത്സരം തോൽക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ 2 ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് അതും മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നപ്പോൾ പ്രതീക്ഷകൾ എവിടെ നിന്നോ വന്നു തുടങ്ങി. വീണ്ടും സ്ഥിരം പല്ലവികൾ തന്നെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം പരാജയപ്പെടുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകാതെ മത്സരം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മത്സരത്തിൽ തിരിച്ചു വരും എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയത്തിലേക്ക് നീങ്ങിയപ്പോൾ ശരിക്കും കണ്ണു നനഞ്ഞുപോയി. ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ കളിച്ചു. ബ്ലാസ്റ്റേഴ്സിന് ഭാഗ്യമില്ലാത്തതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്ന് പറയുവാൻ എനിക്ക് മനസ്സില്ല. മര്യാദയ്ക്ക് കളിച്ചാലേ ഗോൾ അടിക്കാൻ സാധിക്കൂ, മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്താലേ തടയാനും സാധിക്കുള്ളൂ. അല്ലാതെ കുറേയധികം ആളുകൾ പറയുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ട് വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്ന സ്ഥിരം പല്ലവി പറയാൻ എനിക്ക് ഇവിടെയും താല്പര്യമില്ല. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്നാലേ ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ബ്ലാസ്റ്റേഴ്സ് ഈ കളിയിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചു എന്ന് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പോയിന്റും ഈ മത്സരത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ടു ദി എൻഡ് എത്തുമ്പോൾ നമുക്ക് വേണ്ടത് 3 പോയിന്റാണ്. അത് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് നമുക്ക് 2 പോയിന്റ് 1 പോയിന്റ് തരാനും പോകുന്നില്ല. സോ വാട്ട് വി നീഡ് ഹിയർ ഈസ് 3 പോയിന്റ്സ്. ഇനി മിഗായൽ സ്റ്റാറയാണോ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണസ്റ്റ്ലി അല്ല. അദ്ദേഹത്തിന് വേണ്ട റിക്രൂട്ട്മെന്റ്സ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയുവാൻ. ഒന്നെങ്കിൽ മിഗായൽ സ്റ്റാറയ്ക്ക് പറ്റിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചു നൽകുക, അതെന്തായാലും മാനേജ്മെന്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ടീമിൽ പറ്റുന്ന ഒരു ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ സ്റ്റാറയ്ക്ക് ഇനി അതിനുള്ള സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മാനേജ്മെന്റിനെതിരായിട്ടുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. കാരണം മാനേജ്മെന്റ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ടീമിന്റെ അവസ്ഥയുടെ കാരണം. വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഗുഡ് ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ശരി.